നമസ്കാരം, ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. 2018 എന്ന വർഷത്തിൽ ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ചില സിനിമകളുടെ DVD ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ സിനിമകളെ കുറിച്ചുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിക്കൊണ്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമകളുടെ ഒന്നും DVD ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഞാനൊരു അന്യഭാഷാ ത്രില്ലർ സിനിമ പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്. അത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സമയം മാറിപ്പോയിട്ടുള്ളതാണ്. രാവിലെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. 2018 തിയേറ്ററിൽ എത്തിയിട്ടും ഇതുവരെ DVD റിലീസ് ചെയ്യാത്ത 10 സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സിനിമ മറഡോണ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ DVD ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ TV റൈറ്റ്സും കാര്യങ്ങളൊന്നും വിറ്റുപോകാത്തതുകൊണ്ടായിരിക്കാം സിനിമ വരാത്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തേത് കളി എന്ന് പറഞ്ഞ സിനിമയാണ്. കളി എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മൊത്തം പുതുമുഖങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും സിനിമ വരാത്തത്. ഈ സിനിമയുടെ DVDയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നെയുള്ളത് അബിയുടെ കഥ അനുവിൻ്റെ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ നമ്മുടെ ടൊവിനോ തോമസ് നായകനായിട്ടുള്ള സിനിമയാണ്. സിനിമ ഒരു ആവറേജിൽ താഴെ വരുന്ന ഒരു സിനിമയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സീരിയലിൻ്റെ ഒക്കെ അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആരും ഈ സിനിമയുടെ റൈറ്റ്സും കാര്യങ്ങളൊന്നും വാങ്ങാത്തത്. ഒരു ആവറേജിൽ താഴെയുള്ള ഒരു സിനിമയാണ്. വേണമെങ്കിലൊന്ന് കാണാൻ അത്രയേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് നായകനായിട്ടുള്ള മൈ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഈ സിനിമയെക്കുറിച്ചിട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ DVD ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. പൃഥ്വിരാജും അതുപോലെ തന്നെ പാർവതിയൊക്കെയാണ് നായിക വേഷത്തിലൊക്കെ ഉള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ വളരെയധികം കാത്തിരിക്കുന്ന ഒരു സിനിമ കിനാവള്ളി എന്ന് പറഞ്ഞ സിനിമയാണ്. കിനാവള്ളി എന്ന് പറയുന്നത് ഒരു പ്രേതത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ്. വെറൈറ്റി കഥയും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ എഴുത്തുകാരൻ, അതായത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് വിളിച്ചപ്പം പറഞ്ഞിട്ടുള്ളത് സി കേരളം എന്ന് പറഞ്ഞ ചാനലുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. സിനിമ ചിലപ്പം സി കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കൺഫർമേഷൻ ആയിട്ടില്ല. അതിൻ്റെ അകത്തും വലിയ തോതിലുള്ള താരങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ നമ്മുടെ ആസിഫ് അലി നായകനായിട്ടുള്ള ഇബിലീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇബിലീസ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഫാൻറ്റസി മൂഡിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണ്. ജസ്റ്റ് ഒരു ആവറേജ് സിനിമയാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ലാലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, ഒരു ഫുൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആസിഫ് അലി തന്നെയാണ് ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അതും ഈ അടുത്ത് വരും തോന്നുന്നു. ആസിഫ് അലിയുടെ സിനിമകളുടെ DVDയും കാര്യങ്ങളൊന്നും പുറത്ത് വരാതിരിക്കില്ല. പിന്നെയുള്ളത് ഹൂ എന്ന് പറഞ്ഞുള്ള സിനിമയാണ്. ഹൂ എന്ന് പറഞ്ഞുള്ള സിനിമ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഒക്കെ നായകനായിട്ടുള്ള സിനിമയാണ്. പക്ഷേ സിനിമ തിയേറ്ററിൽ വലിയ തോതിൽ ഓടിയിട്ടില്ല. പിന്നീടുള്ളത് കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞ സിനിമയാണ്. കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ മുൻപ് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഒടിയൻ്റെ ഒക്കെ DVDയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ കുപ്രസിദ്ധ പയ്യൻ്റെ DVD ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ടൊവിനോ തോമസ് ആണ് നായക വേഷത്തിലുള്ളത്. അതുപോലെ തന്നെ നിമിഷ സജയനെ അവരുടെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് ഈ സിനിമയിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ നല്ലൊരു സിനിമ അനുഭവമാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. നമ്മുടെ മധുപാലാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ സണ്ണി വെയിൻ നായകനായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരാഴ്ച തിയേറ്ററിൽ ഓടിച്ചു. അതിനുശേഷം സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി ഇത് മാറ്റി റിലീസ് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഏതായാലും സിനിമയെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷനും പിന്നീട് കണ്ടിട്ടില്ല. സിനിമ ഒരു ആവറേജിൽ താഴെയുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള ഒരു സിനിമയാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ ഹലോ ദുബായ്ക്കാരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഹലോ ദുബായ്ക്കാരൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ആർക്കും അറിയില്ല. ഈ സിനിമ കുറേ മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ DVDയും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ത്രില്ലർ സിനിമ, ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ത്രില്ലർ സിനിമയുടെ റിവ്യൂ ഒന്ന് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഇവിടെ കൊടുക്കാം, കാണാൻ ശ്രമിക്കണം. ഏതായാലും വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.